പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് ദൈവകൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ചിറക്കടവ് എന്ന പ്രദേശത്തു നിന്ന് ഒരു വ്യക്തി എഴുതി അറിയിച്ചിരിക്കുന്ന സാക്ഷ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുറേ നാളുകളായി ഞങ്ങൾ ഞായറാഴ്ച തോറും 8:30 മണിക്കുള്ള അഭിഷേക അഗ്നി പ്രോഗ്രാമിൽ ശ്രദ്ധാപൂർവം പങ്കെടുക്കുന്നൊരു കുടുംബമാണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണത്. പ്രാർത്ഥനാപൂർവം പങ്കെടുത്ത് അതിലെ ഓരോ ശുശ്രൂഷകളിലും ഞങ്ങൾ താല്പര്യപൂർവ്വം പങ്കുചേരുന്നു. കഴിഞ്ഞ 3 വർഷമായി എന്നെ കഠിനമായൊരു രോഗപീഠ അലട്ടിക്കൊണ്ടിരുന്നു. മൂത്രാശയ സംബന്ധമായ രോഗം. ഈ രോഗത്തിന് സൗഖ്യമില്ലാതെ വിഷമിച്ചപ്പോൾ 2 വർഷം മുമ്പ് ഒരു 2 ഓപ്പറേഷനുകൾക്ക് ഞാൻ വിധേയപ്പെട്ടു. എന്നിട്ടും എൻ്റെ രോഗം സൗഖ്യമായില്ല. ഈ അടുത്ത നാളുകളിൽ എൻ്റെ രോഗപീഠ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അഭിഷേക അഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്നത്. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ കരഞ്ഞ് എൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ മൂത്രാശയ സംബന്ധമായ എൻ്റെ രോഗം എന്നെ വിട്ടുപോയി. പിന്നീട് ഇതുവരെയും എനിക്ക് ആ രോഗപീഠയുടെ ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ ഭാര്യയുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയും ഈ അഭിഷേകാഗ്നി പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
CT ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി എഴുതി അറിയിച്ചിരിക്കുന്ന സാക്ഷ്യമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ ശുശ്രൂഷയാണ് TV-യിലൂടെ നടക്കുന്ന ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അനേകർക്ക് വിടുതലും സൗഖ്യവും ഈശോ നൽകുന്നു. ഇന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുകയും അത്ഭുത വിടുതൽ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ യേശുവേ, അങ്ങയുടെ ശക്തിയുള്ള കരം ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വെച്ച് അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗങ്ങൾക്ക് സൗഖ്യവും ആത്മീയ പ്രശ്നങ്ങൾക്ക് വിടുതലും ഈ സമയത്ത് ഞങ്ങളുടെ മക്കൾക്ക് ദാനമായി നൽകണമേ. ഇപ്പോൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ആഗ്രഹത്തോടെ നിലവിളിക്കുന്ന, ഇപ്പോൾ ആഗ്രഹത്തോടെ അങ്ങനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഓരോ കുടുംബത്തിലും അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ക്രൂരത ഉപേക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അടിക്കടി ദൈവാനുഭവത്തിലേക്ക് ഉയരുവാൻ ആ ദൈവ പൈതലിന് കഠിനമായ തടസ്സമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ക്രൂര സ്വഭാവത്തിൻ്റെ മേഖല. ക്രൂവൽ മൈൻഡ്, ക്രൂവൽറ്റി, ക്രൂരത. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകിക്കളയാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൾ ഒരു യുവാവിൻ്റെ മൊബൈൽ ഫോണിലുള്ള ചിത്രങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ എനിക്കിട വന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ചിത്രം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ചിത്രമാകട്ടെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് അറുത്ത് ചോര ചീറ്റി ഒഴുകി അത് കണ്ട് സന്തോഷിക്കുന്നൊരു ചിത്രമാണ്. ആ ചിത്രം കണ്ടിട്ട് ഈ യുവാവ് ഇടയ്ക്കിടയ്ക്ക് ആ ചിത്രം പ്ലേ ചെയ്ത് സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഈ യുവാവിൻ്റെ മനസ്സ് ഓരോ തവണ ആ ചിത്രം നോക്കി കഴിയുമ്പോഴും അല്പം കൂടെ കട്ടിവെച്ച് വരികയാണ്. ക്രൂരതയിൽ നിന്ന് ക്രൂരതയിലേക്ക് അവൻ്റെ മനസ്സിനെ അവൻ പരുവപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ വ്യക്തി പറഞ്ഞത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരൈശ്വര്യവും ഇല്ല, കുടുംബത്തിൽ ഒരു സമാധാനമില്ല, രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല, ഭർത്താവുമായി ഒരു യോജിപ്പും കിട്ടണില്ല, ശരീരം രോഗാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തകർച്ചയുടെ എല്ലാം പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാം. ആ സഹോദരി പങ്കുവച്ചത് ഇങ്ങനെയാണ്. വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവിഹിത ബന്ധമുണ്ടായി. ആ അവിഹിത ബന്ധത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ അബോർട്ട് ചെയ്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ശിശുവിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് 6 മാസത്തോളം പ്രായമുണ്ട്, ഇതിനെ അബോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടി നിർബന്ധം പിടിച്ചു. എൻ്റെ അവിവേകത്തിൻ്റെ നാളിൽ, എൻ്റെ ദുർമോഹത്തിൻ്റെ ഫലമായുണ്ടായ ഈ കുട്ടിയെ അബോർട്ട് ചെയ്തേ പറ്റൂ. നിർബന്ധം പിടിച്ച് ആ ശിശുവിനെ വധിക്കാൻ ഡോക്ടർമാരെ നിർബന്ധിച്ചു. അങ്ങനെ ഡോക്ടർമാർ ആ ശിശുവിനെ, ഗർഭസ്ഥാവസ്ഥയുള്ള ശിശുവിനെ നീക്കം ചെയ്യാനുള്ള നടപടികളെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശിശുവിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ, ആ പാത്രത്തിൽ വെച്ചപ്പോൾ ആ ശിശു വളരെ ചെറുതാണെങ്കിലും ജീവനോടെ ഇങ്ങനെ ചലിക്കുന്നതായി നേഴ്സുമാർ കണ്ടു. അപ്പോൾ സിറിഞ്ചിൻ്റെ മൂടും കൊണ്ട് അതിനെ അടിച്ചടിച്ച് കൊല്ലുന്നത്, ഇവർ രണ്ടുപേരും കൂടെ കൂടി അടിച്ചടിച്ച് കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ വ്യക്തിയുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞു. ഒരു ക്രൂരമായൊരു പ്രവൃത്തി, അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഒത്തിണക്കി കൊടുത്തൊരു വ്യക്തി ഇന്ന് അതിൻ്റെ പീഡ അനുഭവിച്ച് തകരുകയാണ്. ഇന്ന് വരെ അവർക്ക് കുട്ടികൾ ജനിച്ചിട്ടില്ല. ഈ കുടുംബം ഇന്ന്, പ്രത്യേകിച്ച് ഈ സഹോദരി ഇന്ന് സകല വേദനകളാലും നീറുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ അനുഭവത്തിൽ ഈ വ്യക്തി ഒരു വിടുതലിന് വേണ്ടിയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, ദയയും വിശ്വസ്തതയും രാജാവിനെ സംരക്ഷിക്കുന്നു. സുഭാഷിതം 20:27. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാളെ എനിക്കും നിങ്ങൾക്കും
സുഖവും സന്തോഷവും സമാധാനവും ക്രമീകരിക്കപ്പെടാൻ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഇന്ന് ഞാൻ ദയയും വിശ്വസ്തതയും ഉള്ളവനായിരിക്കണം. ഇന്ന് എൻ്റെ ഹൃദയം ദയ നിറഞ്ഞ ഹൃദയമായിരിക്കണം. ഇന്ന് ഞാൻ ദയാലുവാണെങ്കിൽ, ഇന്ന് ഞാൻ ഹൃദയത്തിൽ കരുണയുള്ളവനാണെങ്കിൽ, നാളെ എൻ്റെ ജീവിതത്തെ, ഇന്നത്തെ എൻ്റെ ദയ നാളത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംരക്ഷണ കോട്ടയായി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സഹോദരിയാകട്ടെ ദയയില്ലാതെ ക്രൂരത പ്രവർത്തിച്ചതുകൊണ്ട് ഈ സഹോദരി ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ലാതെ നീറുന്ന ജീവിതമാണ് സഹോദരി നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം, ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. എന്നാൽ നീതിമാൻ വളർത്തുമൃഗങ്ങളോട് പോലും ദയ കാണിക്കുന്നു. വളർത്തുമൃഗങ്ങളോട് പോലും നീതിമാൻ ദയ കാണിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 10-ാം വാക്യം, ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കും. ദുഷ്ടനാണോ ആ ഹൃദയം ക്രൂരത ആഗ്രഹിക്കും, ആ ഹൃദയം തിന്മ അഭിലഷിക്കും, ആ ഹൃദയം ക്രൂരത പ്രവർത്തിക്കും. ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു. അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. അയൽക്കാരനോട് മാത്രമല്ല, ആരോടും ദയ കാണിക്കുന്നില്ല. അവൻ കൊച്ചു കുട്ടികളെ ശാസിക്കുകയാണെങ്കിൽ പോലും ആ കുട്ടികളോട് പോലും ക്രൂരതയാണ് അവൻ്റെ പെരുമാറ്റത്തിൽ വരിക. കുട്ടികളോട്, ഗുരുബുധന്മാരോട്, മാതാപിതാക്കളോട്, അയൽക്കാരോട്, നാട്ടുകാരോട്, സഹജീവനക്കാരോട് എല്ലാവരോടും ക്രൂരത കാണിക്കുന്ന പ്രകൃതക്കാരനായി അവൻ മാറും. കാരണം അവൻ്റെ ഹൃദയത്തെ അവൻ ദുഷ്ടതയിൽ നിന്ന് കഴുകി അവൻ വിടുവിച്ചില്ല. ഇന്ന് ക്രൂരതയുടെ പിടിയിൽ അവൻ അമർന്നു. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഹൃദയത്തിൻ്റെ ക്രൂരഭാവങ്ങളെ പരിശുദ്ധാത്മാവിനാൽ കഴുകി, ഹൃദയത്തിൻ്റെ ക്രൂരഭാവങ്ങളെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും നിറയണം. ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടമാകണം. ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടമാകണം. ഹൃദയത്തിൽ ക്രൂരത കൊടികുത്തി വാഴാൻ ഇടവരുത്താതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി നാം തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോസഫ് സ്റ്റാലിൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ചരിത്രം നിങ്ങൾക്കറിയാമോ? അദ്ദേഹം കുഞ്ഞുകാലത്ത് ഒത്തിരി നല്ല വിശുദ്ധനായ ഒരു കുട്ടിയായിരുന്നു. 10ാം ക്ലാസ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ പരിണത ഫലമായി അദ്ദേഹത്തിന് ഒരു വൈദികനാകാനുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു വൈദിക വിദ്യാർത്ഥിയായി സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. നോക്കുക, നല്ലൊരു കുടുംബം, നിഷ്കളങ്കമായൊരു ഹൃദയം, നല്ലൊരു ആത്മീയ അന്തരീക്ഷം നിറഞ്ഞൊരു മാനസികാവസ്ഥ. അങ്ങനെ അദ്ദേഹം തൻ്റെ വിശുദ്ധിയുടെ പ്രേരണയുടെ ഫലമായിട്ട് അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായി സെമിനാരിയിൽ പഠനം ആരംഭിച്ചു. എന്നാൽ കാലാന്തരത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. വൈദിക പഠനത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം വൈദിക ജീവിതം ഉപേക്ഷിക്കാൻ ഇടവന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഇങ്ങനെയാണ്: ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ക്രൂരനായ നിരവധി കൂട്ടക്കൊലപാതകങ്ങൾ, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി കൊടുത്ത ഒരു ക്രൂരനായ ഒരു കഠിന ഹൃദയനായ ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം ഒന്നുകിൽ ആ സെമിനാരിയിൽ ദൈവമായ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് അദ്ദേഹത്തിന് ഈ ലോകത്തിലേക്ക് വെച്ച് വലിയൊരു വിശുദ്ധനായി മാറാമായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വിട്ടതിനാൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ ക്രൂരഭാവങ്ങളിൽ ശക്തി പ്രാപിച്ചു. ക്രൂരത അദ്ദേഹത്തിൽ ശക്തി പ്രാപിച്ചു. ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ക്രൂരനായ ഒരു ഭരണാധികാരിയായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ഭരണാധികാരിയായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ കുഞ്ഞുനാൾ മുതലേ ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം, ദയ, വിശ്വസ്തത, നന്മ ഇതെല്ലാം നിറഞ്ഞൊരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ശിലാതുല്യമായ നിങ്ങളുടെ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഒരു പരിധിവരെ എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രൂരതയുടെ ഒരു ഭാവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പരിധിവരെ എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ക്രൂരതയുടെ ഒരു ഭാവമുണ്ട്. ഇതിനെ നമ്മൾ താലോലിക്കരുത്, ഇതിനെ നമ്മൾ പരിപോഷിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരു വള്ളിച്ചെടിയുടെ
തളിരിൽ ഒരു ഒരു പുഴു ഇരിക്കുകയാണ്. ആ പുഴു ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു മരത്തിൽ ഒരു കുയിൽ വന്നിരുന്ന് മധുരമനോഹരമായ ഗാനം ആലപിക്കുകയാണ്. അപ്പോൾ ഈ വള്ളിച്ചെടിയിൽ ഇരുന്നിരുന്ന ഒരു കുഞ്ഞു കുരുവി ഈ കുയിലിനെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഈ കുയിലിനോട് ഈ കുരുവി സംസാരിക്കുകയാണ്. നീ എത്ര നല്ല കുയിൽ, നീ എത്ര നല്ല മനുഷ്യൻ, നീ എത്ര നല്ല ജീവിയാണ്. നിന്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകുന്നു. നിന്റെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു. നീ ദൈവത്തിൻ്റെ മഹോന്നത സൃഷ്ടി തന്നെ. നീ ഈ ലോകത്തിലേക്ക് വെച്ചൊരു ഉന്നത ജീവിയാണ്, ഒരു അസ്തിത്വമാണ് എന്നൊക്കെ കുരുവി കുയിലിനെ വാഴ്ത്തുകയാണ്. അപ്പോൾ അപ്പുറത്തിരുന്ന ആ പുഴു കുരുവിയോട് പറഞ്ഞു, കുരുവി, നിങ്ങൾക്ക് അദ്ദേഹം ഒരു വിശുദ്ധനാണ്, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്തകനാണ്. ആ പുഴു ആ കുയിലിൻ്റെ ക്രൂരതയെക്കുറിച്ച് ആ കുരുവിയോട് സംസാരിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലർക്കും നല്ലവരും വിശുദ്ധന്മാരുമാണ്. എന്നാൽ പലർക്കും നമ്മൾ വലിയ ക്രൂരതയുടെയും വലിയ ഹൃദയകാഠിന്യത്തിൻ്റെയും വ്യക്തികളാണ്. ചിന്തിച്ചു നോക്കണം. കീഴ് ജീവനക്കാരോട്, സഹപ്രവർത്തകരോട്, കുടുംബത്തിലുള്ളവരോട്, ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട് ഹൃദയം കഠിനമാക്കി ക്രൂരമായ പെരുമാറ്റത്തിലൂടെ അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും തകർക്കുന്ന ഒരു ജീവിതമാണോ എൻ്റെ ജീവിതം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദയ എന്ന് പറഞ്ഞാൽ എന്താണ്? അർഹിക്കാത്തവർക്ക് കൊടുക്കുന്ന സ്നേഹമാണ് ദയ. അർഹിക്കാത്തവർക്ക് കൊടുക്കുന്നതെല്ലാം ദയയാണ്. അർഹിക്കുന്നത് കൊടുക്കുന്നതല്ല ദയ, അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് ദയ. അവിടെയാണ് ദയ കാണേണ്ടത്. അർഹിക്കാത്തവരോടുള്ള ഇടപെടലിലാണ് ദയ കാണേണ്ടത്. ഇങ്ങോട്ട് മനഃപൂർവ്വം ദ്രോഹം ചെയ്യുമ്പോൾ അവർ കരുണ അർഹിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോൾ കാണിക്കുന്ന സ്നേഹത്തെയാണ് കരുണ, ദയ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. ജോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം, സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിച്ച് കളയുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വഭാവം എന്താണ്? ക്രൂരനായൊരു വ്യക്തിയാണോ? ഞാൻ എൻ്റെ കുടുംബത്തിൽ സിംഹത്തെ പോലെയാണോ? എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ സിംഹത്തെ പോലെയാണോ? കർത്താവേ, എൻ്റെ കീഴ് ജീവനക്കാർ, എന്നോട് അടുത്ത് ഇടപഴകുന്നവർ, എൻ്റെ സഹപ്രവർത്തകർ, അവിടുന്ന് എനിക്ക് എൻ്റെ കൂടെ നൽകിയിട്ടുള്ളവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ക്രൂരത എൻ്റെ സ്വഭാവത്തെ ഗ്രസിച്ചുവോ? ദയയും കരുണയും എൻ്റെ ഹൃദയത്തിൽ നിന്നും അകന്നു പോയോ? കർത്താവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. അവിടുന്ന് ശുദ്ധജലം തളിക്കണമേ. ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ അഭിഷേകം, ക്രൂവൽ മൈൻഡ്, ക്രൂവൽറ്റി ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂരത നിറഞ്ഞ ഹൃദയങ്ങൾ, ക്രൂരത നിറഞ്ഞ മനസ്സുകൾ ഇപ്പോൾ ദൈവത്താൽ സ്പർശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദയ, കരുണ, നന്മ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂരതയുടെ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. ക്രൂര ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല ഹൃദയങ്ങളെയും സുഖപ്പെടുത്തുന്ന യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ ഓരോ അനുഭവങ്ങളിലൂടെയും ഹൃദയത്തിൽ വേരുപാകിയിട്ടുള്ള ക്രൂരതയുടെയും വൈരാഗ്യത്തിൻ്റെയും മയമില്ലായ്മയുടെയും മേഖലകളിലേക്ക് കടന്നു വന്ന് സുഖപ്പെടുത്തണമേ. യേശുവേ, ഒത്തിരി കാലങ്ങളായി പല സാഹചര്യങ്ങളിൽ പല അനുഭവങ്ങളിലൂടെ ഇന്ന് മനസ്സ് ക്രൂരതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇതാ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു വെക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഞാൻ എടുത്ത് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്
ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നവനായ ഹൃദയത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുക. അവിടുന്ന് ഈ സമയത്ത് ഹൃദയത്തിൽ കാഠിന്യം വരുത്തുന്ന എല്ലാ സ്വാധീനങ്ങളെയും കഴുകി ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് ഹൃദയത്തിൽ മാംസളമായ, ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞ, ഹൃദയത്തിൽ മയം നിറഞ്ഞ, ഹൃദയത്തിൽ കാരുണ്യം നിറഞ്ഞ ഒരവസ്ഥ സംജാതമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മക്കളെ തൊടണമേ. ഇപ്പോൾ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ. ഇപ്പോൾ ഈ പ്രോഗ്രാമിനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ സൗഖ്യങ്ങളും അഭിഷേകങ്ങളും വിശുദ്ധിയും കൃപകളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളായുള്ള ക്രൂര സ്വഭാവങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ കാഠിന്യം, ഹൃദയം കല്ലുപോലെ കഠിനമായിരിക്കുന്നവരിൽ നിന്ന് മനസ്സിൻ്റെ കഠിനാവസ്ഥകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ ഉന്നത ശക്തി വ്യാപരിക്കട്ടെ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി വ്യാപരിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും കർത്താവിൻ്റെ അതിശയകരമായ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂരതയുള്ളവർ, വെറുപ്പുള്ളവർ, കാഠിന്യത്തോടെ പെരുമാറുന്നവർ, പാരുഷ്യമായി സംസാരിക്കുന്നവർക്ക് ഇപ്പോൾ കർത്താവിൻ്റെ ദയയും കരുണയും അഭിഷേകമായി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരുഷ സ്വഭാവം വിട്ടുപോകട്ടെ. കഠിനമായ ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ വിദ്വേഷ ഭാവങ്ങളും വിട്ടുപോകട്ടെ. ഹൃദയകാഠിന്യം വിട്ടുപോകട്ടെ. വെറുപ്പ് വിട്ടുപോകട്ടെ. ഹൃദയത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ക്രൂരത നിറഞ്ഞ ഭാവങ്ങളും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ പേര് മേരി. ഞാൻ കോറക്കാട്ടിൽ വീട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ കയ്യിൽ ഒരു 20 വർഷം മുന്നിൽ കയ്യിൽ മഴി, കഴുത്തിൽ മഴ ഉണ്ടായിരുന്നു. ഒരു നെല്ലിക്ക പോലെ. അരയിൽ കാലിൻ്റെ അടുത്തേ കാലിൽ പണ്ടയിൽ വെച്ചിട്ട് ഒരു മഴ ഉണ്ടായിരുന്നു. അത് മുഴുത്ത മഴയായിരുന്നു. പക്ഷെ അതിൻ്റെ തടച്ചിലുണ്ടായിരുന്നു. അത് ഞായറാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ അതെൻ്റെ പൂർണ്ണമായി എടുത്തു മാറ്റിയിരിക്കുന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, മാംസ കഷ്ണം പോലെ ഇരിക്കണ മഴ എടുത്ത് മാറ്റി സഹോദരിമാരും എടുത്ത് കൈ പൊന്തിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കൈ പൊന്തിച്ചു. അപ്പോൾ എന്നെയാണോ പറയുന്നതെന്ന് ഞാൻ ഓർത്തിട്ട് മടിച്ചു. എങ്കിലും ഞാൻ കൈ പൊന്തിച്ചു. കൈ പൊന്തിച്ചിട്ട് ഞാൻ നോക്കി, കയ്യിൽ തടവുണ്ടോ നോക്കി, ഇല്ല. കഴുത്തിലെ തടവുണ്ടോ നോക്കി, ഇല്ല. കാലുമിട്ട തടവുണ്ടോ നോക്കി, ഇല്ല. പൂർണ്ണമായി ബുധനാഴ്ച രാത്രി പൂർണ്ണമായി വിളിച്ചു പറഞ്ഞു, യേശു തമ്പുരാൻ എൻ്റെ നായി എടുത്ത് മാറ്റി എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു.